കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് യുവാവ് മരിച്ചു എന്ന പ്രാഥമിക വിവരങ്ങൾ വരുന്നു. പള്ളിപ്പോയിൽ സ്വദേശി സനൽകുമാർ MV ആണ് മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണ്ടിവരും എന്നുകൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ തുടരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. ഗോകുൽ, അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണത്. കണ്ണൂരിലാണ് ഇത്തരത്തിൽ സൂര്യാഘാതമേറ്റുള്ളൊരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സനൽകുമാർ ഈ പുറത്ത് ജോലി ചെയ്യുന്ന, അതായത് വെയിലത്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു. അത്തരം വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ പലരും ചോദിക്കുന്നത് പോലെ കണ്ണൂരിലൊക്കെ ഇത്രമാത്രം ചൂടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ഉൾപ്പെടെ തന്നെ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്താണ് നിലവിലെ കണ്ണൂരിലെ സാഹചര്യം? ഒപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? അപ്രജിൻ, കണ്ണൂരിൽ ചൂടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൂര്യാഘാതമോ സൂര്യതപമോ ഏറ്റതുമായി ബന്ധപ്പെട്ട വാർത്തകൾ രണ്ടെണ്ണം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള ഒരു മധുസൂദന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ജോലിക്കിടയിൽ സൂര്യാതാപം ഏറ്റതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ രണ്ടും പൊള്ളിയ അവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്ത് പിന്നാലെയാണ് പള്ളിപ്പോയിൽ സ്വദേശിയായിട്ടുള്ള ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് പള്ളിപ്പോയിൽ. ആ പള്ളിപ്പോയിൽ സ്വദേശിയായിട്ടുള്ള സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കിണറുപണിക്കിടെ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്നലെയാണ് ഇദ്ദേഹത്തിന് ഈ സൂര്യാഘാതം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ 1:20 കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ടുള്ള ബൈജുവിന്റെ വീട്ടിലെ കിണർ പണിയുടെ സഹായവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായി. തുടർന്ന് അദ്ദേഹത്തെ അവിടെ തന്നെയുള്ള പള്ളിപ്പോയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ നാടാണ് പള്ളിപ്പോയിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂരുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 2:55 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടുള്ളത്. സൂര്യാഘാതം മൂലമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്ന് ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ചൂടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ ഈ പറഞ്ഞതുപോലെ സൂര്യാഘാതം ഏൽക്കുന്ന സംഭവം ഇന്ന് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ സംഭവമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള മധുസൂദനൻ എന്ന് പറയുന്ന ഒരു മരമില്ലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സൂര്യാഘാതം ഏൽക്കുകയും അദ്ദേഹത്തിന്റെ കൈ രണ്ടും തീപ്പൊള്ളലേറ്റതുപോലെ പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ ഈ പറയുന്നത് പോലെ ഉഷ്ണതരംഗ സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അതിന്റെ പരിധിയിലോ അല്ലെങ്കിൽ അതിന്റെ ജാഗ്രതാ ലിസ്റ്റിലോ ഇല്ലെങ്കിൽ കൂടിയും ഈ 11 മണി മുതലുള്ള 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ജാഗ്രത നിലനിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഈ സമയത്ത് പുറത്തിറങ്ങേണ്ടതായിട്ടുള്ള ഒരു സങ്കടകരമായ ഒരു സാഹചര്യവുമുണ്ട്. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പല തൊഴിലാളികൾക്കും സാധാരണക്കാരായ തൊഴിലാളികൾക്കും ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെയൊക്കെ ഒരു പരിണിത ഫലം എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സനൽകുമാർ അദ്ദേഹം കിണർ തൊഴിലുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ബൈജു എന്ന് പറയുന്ന തന്റെ അയൽവാസിയുടെ വീട്ടിൽ പോയതായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തെ ഒരു കണ്ണൂരിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സയിലിരിക്കെ മരണപ്പെടുന്ന ഒരു ശരി ഗോകുൽ, തുടരുക. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തേടുക. സനൽകുമാറുമായി ബന്ധപ്പെട്ട് സനൽകുമാർ ജോലിക്കിടെ, ഈ കിണർ ജോലിക്കിടെ കുഴഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. സൂര്യാഘാതമേറ്റ് എന്ന വിവരങ്ങളാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും അത്തരം വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ. ഗോകുൽ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭ്യമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.